വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുക. ഇത് എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമേ അല്ല കേട്ടോ. ഇനി കാർട്ടൂൺ ചിത്രങ്ങളാണ് വരയ്ക്കുന്നെങ്കിലോ കൃത്യമായി നിരീക്ഷണം വേണം, നിരീക്ഷണ പാഠവും വേണം, രാഷ്ട്രീയ ബോധം വേണം, അറിവ് വേണം. ഇതൊക്കെ ഉള്ളവർക്കേ ഒരു അടിപൊളി കാർട്ടൂണിസ്റ്റ് ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു മിടുമിടുക്കനായ കുട്ടി കാർട്ടൂണിസ്റ്റിനെയാണ് ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് കുട്ടിത്താരത്തിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 11 വയസ്സുകാരനായ മുഹമ്മദ് അലിയസ് എന്ന തൃശൂർ കുന്നംകുളക്കാരനാണ് ഇന്നത്തെ കുട്ടിത്താരം. പേരുപോലെ തന്നെ വേറിട്ടതാണ് മുഹമ്മദ് അലിയസ് എന്ന ഈ കൊച്ചുമിടുക്കന്റെ ചിത്രരചനയിലെ കഴിവുകൾ. കാർട്ടൂണുകളോടാണ് ഏറെ കമ്പം. 2 വയസ്സ് മുതൽ അലിയസ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതാണ്. വീടിന്റെ ചുമരുകളിൽ കോറി വരച്ചു തുടങ്ങിയ അവനെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചു. കുറച്ചുകൂടി വളർന്നപ്പോൾ കാർട്ടൂണുകളിലായി ശ്രദ്ധ. ദിനപത്രങ്ങളിൽ നോക്കിയാണ് അലിയസ് കാർട്ടൂണുകൾ വരച്ചു പഠിച്ചു തുടങ്ങിയത്. പിന്നീട് സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് വരയ്ക്കാൻ ആരംഭിച്ചു. അലിയസ് വരയ്ക്കുന്ന ഭൂരിഭാഗം കാർട്ടൂണുകൾക്കും രാഷ്ട്രീയം തന്നെയാണ് വിഷയം. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരും നേതാക്കളുമൊക്കെ അവന് സുപരിചിതരാണ്. ചെറുപ്പത്തിൽ ചെമരമൊക്കെ കോറി വരയ്ക്കായിരുന്നു. പിന്നെ LKG എത്തിയപ്പോൾ പത്രമൊക്കെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. വീട്ടിലും ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. മത്സരങ്ങൾക്കൊക്കെ ടീച്ചർമാരും വീട്ടുകാരൊക്കെ കൊണ്ടുപോകാറുണ്ട്. കാർട്ടൂൺ TV-യിലൊക്കെ കാണുന്നതുകൊണ്ട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ വരയ്ക്കുക. മികച്ച നിരീക്ഷണ പാഠവും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവും തൃശൂർ കുന്നംകുളം ആദൂർ സ്വദേശിയായ ഈ 11 വയസ്സുകാരനുണ്ട്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അലിയസയ്ക്ക് മാതാപിതാക്കളും അധ്യാപകരുമാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത്. ചെറുപ്രായം മുതൽ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധേയനായ ഈ കൊച്ചുമിടുക്കൻ സ്കൂളിലും നാട്ടിലുമൊക്കെ ഒരു താരം തന്നെയാണ്. അവന് ഒരു 2-2.5 വയസ്സുള്ള സമയത്ത് നമ്മുടെ വീട് മൊത്തം വെള്ള പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ ഈ പെൻസിലെടുത്തിട്ട് ചുമരിലിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ആ വരയിൽ എന്ത് വരയ്ക്കുമ്പോഴും അതിന് ഒരു ഷേപ്പും അതുപോലെ തന്നെ കണ്ണ് മൂക്കൊക്കെ ഉണ്ടായിരുന്നു. 6-7 വയസ്സുള്ള ആ സമയത്ത് പുള്ളി സ്വന്തമായിട്ടൊരു കാർട്ടൂൺ വരച്ചു. ആ കാർട്ടൂണിൽ ചെന്നിത്തലയും പിണറായി വിജയനും ഇരുന്ന് ചൂണ്ടയിടുന്നതാണ് അവൻ സ്വന്തമായി ഉണ്ടാക്കിയൊരു ആശയമാണത്. ശരിക്കും അതൊരു വലിയ പൊളിറ്റിക്സാണത്. കാരണം MLA-മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ആ കുട്ടി ഒരു 6-6.5 വയസ്സുള്ള കുട്ടി സ്വന്തമായിട്ട് അങ്ങനെ ഒരു കാർട്ടൂൺ ചെയ്തു എന്ന് പറയുമ്പോൾ അവനെന്തൊരു സെൻസ് ഉണ്ട് ആ കാര്യത്തിൽ. കാർട്ടൂൺ രചനയ്ക്കൊപ്പം തന്നെ കാരിക്കേച്ചർ, ലൈവ് ഡ്രോയിങ് തുടങ്ങിയ വേറിട്ട ചിത്രരചനാ ശൈലികളിലും അലിയസയ്ക്ക് ഏറെ താല്പര്യമുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി ഇതിനോടകം 500-ലധികം ചിത്രങ്ങൾ വരച്ച് പൂർത്തീകരിച്ചു. ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കവിയുമായ സത്താർ ആദൂരിന്റെയും ഷമീന ബീവിയുടെയും 4 മക്കളിൽ 2ാമനാണ് അലിയസ. ഫാത്തിമ ഫദ്വ, ദുൽ കിഫിൻ, ഇസ ഹിസ്ഗീൽ തുടങ്ങിയവരാണ് സഹോദരങ്ങൾ. വളർന്നു വലുതാകുമ്പോൾ ഒരു മികച്ച കാർട്ടൂണിസ്റ്റായി മാറണമെന്നതാണ് ഈ കുട്ടിത്താരത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ന്യൂസ് മലയാളം, തൃശൂർ.